നമസ്കാരം മാഡം. എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. എൻ്റെ കുഞ്ഞിന് നീളം കുറവാണ്. അപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? കുട്ടികളിലെ വളർച്ചാ പ്രശ്നങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയി തന്നെ ഒരു പീഡിയാട്രിഷ്യന്റെ അടുത്ത് നമ്മൾ കുട്ടിയുടെ ഗ്രോത്ത് ചാർട്ടിൽ കൃത്യമായി കുട്ടിയുടെ തൂക്കവും പൊക്കവും ഒക്കെ അടയാളപ്പെടുത്തി കുഞ്ഞ് നല്ല രീതിയിലാണോ വളരുന്നതെന്ന് കൃത്യമായി ചിട്ടപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് അതിന് കൂടുതൽ പരിശോധനകൾ ആവശ്യമാണോ, വേറെ എന്തെങ്കിലും അസുഖങ്ങൾ കൊണ്ടാണോ അത് വരുന്നത് എന്ന് കൃത്യമായി അറിയാൻ പറ്റും. നമുക്കിപ്പോൾ ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സിന്റെ ചാർട്ട്സ് എല്ലാ പീഡിയാട്രീഷ്യൻ്റെ ഒ പിയിലും ഹോസ്പിറ്റൽസിലും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ കുട്ടിയെ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയി പൊക്കവും നീളവും കൃത്യമായി പരിശോധിച്ചിട്ട് കുട്ടി നോർമൽ റേഞ്ചിലാണോ വരുന്നത്, അമ്മയുടെയും അച്ഛൻ്റെയും ആനുപാതികമായ ആണോ കുട്ടി വളരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഡോക്ടർ ചെക്ക് ചെയ്യും. അതിൽ എന്തെങ്കിലും കോട്ടം കാണുകയാണെങ്കിൽ കൂടുതൽ പരിശോധനകൾ ചെയ്യും. അച്ഛനും അമ്മയ്ക്കും തൂക്കക്കുറവാണെങ്കിൽ കുഞ്ഞിനും തൂക്കക്കുറവാകുമോ മാഡം? പൊക്കത്തിന്റെ കാര്യത്തിലാണ്. അച്ഛനും അമ്മയും പൊക്കക്കുറവ് ഉണ്ടെങ്കിൽ കുട്ടിക്കും പൊക്കക്കുറവ് ഉണ്ടാകാം. അപ്പോൾ അത് എന്തെങ്കിലും അസുഖം മൂലമാണോ എന്ന് നമ്മൾ ഉദാഹരണത്തിന് നമ്മുടെ ഗ്രോത്ത് ഹോർമോണിന്റെ അഭാവം ചിലപ്പോൾ വളരെ റെയർ ആയിട്ട് കുടുംബങ്ങളിൽ, അതായത് ഫെമിലിയലായിട്ട് വരാം. അപ്പോൾ അച്ഛനും അമ്മയും നമ്മൾ അവരെ പരിശോധിക്കുമ്പോൾ അവര് വേറെ ഗ്രോത്ത് ഹോർമോണിന്റെ കുറവോ അങ്ങനെയൊന്നും തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ സാധാരണ കുടുംബപരമായിട്ടുള്ള പൊക്കക്കുറവാവാം. പക്ഷെ അതേപോലെ തന്നെ നമ്മുടെ കുടുംബപരമായ ചില സ്കെൽറ്റൽ ഡിസ്പ്ലേസിയാസ്, അതുപോലെ ഗ്രോത്ത് ഹോർമോൺ ഡെഫിഷ്യൻസി അങ്ങനെയുള്ളതല്ല എന്നുള്ളത് കണ്ടെത്തണം. കാരണം ഗ്രോത്ത് ഹോർമോൺ ഡെഫിഷ്യൻസി ആണെങ്കിൽ നമുക്കത് ചികിത്സ കൊടുത്ത് നന്നായി ഭേദപ്പെടുത്താവുന്നതാണ്. ഈ കുഞ്ഞ് ജനിച്ച സമയത്ത് തന്നെ എൻ്റെ റെക്കോർഡ്സിലെ കുഞ്ഞിൻ്റെ നീളമൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ പിന്നീട് അത് തുടർന്ന് നോക്കിയിട്ടൊന്നുമില്ല. അത് വളരെ പ്രധാനമാണ്. നമ്മൾ എപ്പോഴും കുട്ടിയെ ഡോക്ടറിൻ്റെ അടുത്ത് പോകുമ്പോൾ അച്ഛനമ്മമാരും ഗ്രാൻഡ് പാരൻസും എല്ലാവരും ശ്രദ്ധിക്കുക, കുട്ടിയുടെ തൂക്കം കറക്റ്റ് ആണോ, അതേ പ്രായത്തിലുള്ള ബാക്കി കുട്ടികളുടെ അത്രയും തൂക്കമുണ്ടോ. കുറച്ച് പ്രായം കഴിയുമ്പോഴാണ് ഇവരുടെ പൊക്കക്കുറവ് അവർ തിരിച്ചറിയുന്നത്. അതുകൊണ്ട് നമ്മളിപ്പോൾ IAPയുടെ ഗൈഡ് ലൈൻസ് പ്രകാരം എല്ലാ കുട്ടികൾക്കും മിനിമം 6 മാസം ഇടവിട്ട് അവരുടെ പൊക്കം കറക്റ്റായി മെഷർ ചെയ്തിട്ടുണ്ട്. നമ്മൾ പൊക്കം പലപ്പോഴും ചോദിക്കുമ്പോൾ വീട്ടിൽ അടയാളപ്പെടുത്തി എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയല്ല, ഒരു ആശുപത്രിയിൽ ഡോക്ടറുടെ നിരീക്ഷണത്തിൽ കുട്ടിയുടെ പൊക്കം കറക്റ്റായി 6 മാസം ഇടവിട്ട് ചെക്ക് ചെയ്ത് അത് ഗ്രോത്ത് ചാർട്ടിൽ പ്ലോട്ട് ചെയ്ത്, ഇപ്പോൾ ഫോണിലൊക്കെ ആപ്പായി തന്നെ ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സിന്റെ ഗ്രോത്ത് ചാർട്ട് ആപ്സ് അവൈലബിൾ ആണ്. അതിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. അല്ലെങ്കിൽ പ്രോപ്പർ ഗ്രോത്ത് ചാർട്ട്സിൽ രേഖപ്പെടുത്തി കുട്ടി ഒരു 6 മാസം ഇടവിട്ട് നല്ല രീതിയിൽ പൊക്കം വെക്കുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടാണ് നമ്മൾ കൂടുതൽ പരിശോധനകൾ വേണോ, അസുഖങ്ങൾ മൂലമാണോ എന്നൊക്കെ അത് തീർച്ചപ്പെടുത്തും. ഒരു വർഷത്തിലെ എത്ര സെന്റിമീറ്റർ ആണ് മാഡം നീളം വെക്കേണ്ടത്? നമ്മൾ സാധാരണഗതിയിൽ പ്രായപൂർത്തിയാവുന്ന സമയത്ത് ഒരു വർഷത്തിൽ നല്ല രീതിയിൽ ഒരു 10 മുതൽ 12 സെന്റിമീറ്റർ ഒക്കെ വയ്ക്കും. അതിനു മുമ്പേ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ നമ്മളൊരു ആവറേജ് പറയുക, ഒരു വർഷം ഒരു മിനിമം 6 മുതൽ 7 സെന്റിമീറ്റർ ആണ് വളരുന്ന പ്രായത്തിൽ അവർക്ക് പൊക്കം വയ്ക്കുക. ആദ്യത്തെ ഒരു വർഷത്തിലേക്ക് അത് വളരെയധികം കൂടുതലായിരിക്കും. അത് കഴിഞ്ഞ് ഒരു മിനിമം 6 മുതൽ 7. നമ്മൾ എപ്പോഴാണ് റെഡ് ഫ്ലാഗ് എന്ന് പറയുക, അതായത് എപ്പോഴാണ് കൂടുതൽ പരിശോധനകൾ വേണ്ടത്. ഒരു കുട്ടി ഒരു വർഷത്തിൽ ഒരു 4 സെന്റിമീറ്ററോ അതിൽ താഴെയോ വളരുന്നുള്ളൂ, അങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഡോക്ടറിൻ്റെ അടുത്ത് പോയി ഡീറ്റെയിൽ ടെസ്റ്റുകൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഈ ഗ്രോത്ത് ഹോർമോണിന്റെ പ്രോബ്ലം മൂലമാണ് ചില കുഞ്ഞുങ്ങൾ വളരാത്തതെന്ന് കേൾക്കാറുണ്ട്. എന്താണ് മാഡം ഈ ഗ്രോത്ത് ഹോർമോണിന്റെ പ്രശ്നങ്ങൾ കുഞ്ഞുങ്ങളിൽ? പ്രധാനമായി കുട്ടികളിൽ പൊക്കക്കുറവ് ഉണ്ടാക്കുന്ന ഒരു ഹോർമോണൽ പ്രശ്നമാണ് ഗ്രോത്ത് ഹോർമോൺ ഡെഫിഷ്യൻസി. അപ്പൊ അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളത് വളരെ നേരത്തെ കണ്ടെത്തി കഴിഞ്ഞാൽ അതിന് വേണ്ട ചികിത്സ കൃത്യമായി നൽകി, വളരെ ലേറ്റായി കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് കിട്ടാവുന്ന പൊക്കം വളരെയധികം കുറഞ്ഞു പോകും. അപ്പൊ അത് നേരത്തെ തന്നെ കണ്ടെത്തി അതിന്റെ ചികിത്സ നേരത്തെ തുടങ്ങുക എന്നുള്ളത് അത്യാവശ്യമാണ്. അപ്പൊ ഈ ഗ്രോത്ത് ഹോർമോൺ ഡെഫിഷ്യൻസി ഉള്ള കുട്ടികൾക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള അപ്പിയറൻസും, അത് മാത്രമല്ല അവർ വേണ്ടുന്ന ഹൈറ്റിന്റെ ഒരുപാട് പുറകിലായിരിക്കും. നമ്മൾ ബോൺ ഏജ് എന്നൊക്കെ പറഞ്ഞ് എക്സ്റേ എടുത്ത് നോക്കും, അതിലും വളരെയധികം പുറകിലായിരിക്കാം. അതേപോലെ തന്നെ തൈറോയിഡ് പ്രശ്നങ്ങളിലും കുട്ടികൾക്ക് ഇതുമാതിരിയുള്ള പൊക്കക്കുറവുണ്ടാവും. അപ്പോൾ ആദ്യം നമ്മൾ ഏറ്റവും കോമൺ ആയി കാണുന്ന തൈറോയിഡ് പ്രശ്നങ്ങളെല്ലാം അതില്ല എന്ന് ഉറപ്പാക്കിയതിനു ശേഷം ഗ്രോത്ത് ഹോർമോൺ ഡെഫിഷ്യൻസി ഉണ്ടോ എന്ന് കണ്ടെത്തി അതിന് വേണ്ട ചികിത്സ സമയം കളയാതെ ചെയ്യണം. ഈ ഗ്രോത്ത് ഹോർമോണിന്റെ കുഴപ്പമുണ്ടെന്ന് കണ്ടുപിടിച്ചാൽ അതിനുള്ള ചികിത്സ എന്താണ് മാഡം? അതിനുള്ള ചികിത്സ ഗ്രോത്ത് ഹോർമോൺ നമ്മൾ പുറമേ നിന്ന് കൊടുക്കുക തന്നെയാണ്. അതൊരു ഗുളികയായിട്ടും അങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഗ്രോത്ത് ഹോർമോൺ ഇന്നത്തെ നമ്മുടെ ഒരു ശാസ്ത്രീയമായ അഡ്വാൻസ്മെന്റിൽ നമുക്കത് ഇഞ്ചക്ഷനായി മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അത് നമ്മൾ ഡെയിലി ഉള്ള ഇഞ്ചക്ഷൻസ് ആയിട്ടാണ് എടുക്കുന്നത്. ഇപ്പൊ ഈ ഇടയ്ക്ക് നമുക്ക് ആഴ്ചയിൽ ഒരിക്കൽ എടുക്കാവുന്ന ഗ്രോത്ത് ഹോർമോൺ ഇഞ്ചക്ഷൻസും അവൈലബിൾ ആണ്. അപ്പോൾ ഗ്രോത്ത് ഹോർമോൺ ഇഞ്ചക്ഷൻ നമ്മൾ അതൊരു ഡെഫിഷ്യൻസി കണ്ടെത്തി കഴിഞ്ഞാൽ കറക്റ്റായി മുടങ്ങാതെ അത് എടുത്ത് അതിന് പ്രതികരിച്ച് വരുമ്പോൾ കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള പൊക്കം നേരത്തെ തുടങ്ങുമ്പോൾ നല്ല രീതിയിലുള്ള പൊക്കം ഉണ്ടാവുകയും അവരുടെ ഗ്രോത്ത് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് ഈ ഇഞ്ചക്ഷൻ നിർത്താനും പറ്റുന്നതാണ്. അത് സൗജന്യമായിട്ട് ലഭ്യമാക്കുമോ മാഡം, അതോ അത് പൈസ കൊടുത്ത് വാങ്ങേണ്ടതാണോ? അതിന്റെ ഏറ്റവും വലിയൊരു നമുക്കൊരു മാതാപിതാക്കൾക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് അതിന്റെ വിലയാണ്. ഗ്രോത്ത് ഹോർമോൺ ഡെഫിനറ്റ്ലി അതൊരു
വളരെ സങ്കീർണമായ പ്രക്രിയയിൽ ഉത്പാദിപ്പിക്കുന്ന മരുന്നാണ്. അതിന് കോസ്റ്റ് വളരെ കൂടുതലാണ്. പക്ഷേ എന്നാൽ നമുക്കിപ്പോൾ മെഡിക്കൽ കോളേജുകളിൽ ഗ്രോത്ത് ഹോർമോൺ ഡെഫിഷ്യൻസി ഡയഗ്നോസ് ചെയ്ത കുട്ടികളിൽ ഗവൺമെൻറ്റിൻ്റെ സ്കീം പ്രകാരം കുറച്ച് കുട്ടികൾക്ക് നമുക്കിപ്പോൾ ഫണ്ടിൽ നിന്നും ഗ്രോത്ത് ഹോർമോൺ കൊടുക്കാൻ കഴിയും. പക്ഷേ എല്ലാവർക്കും ആ ഒരു നമുക്ക് ഫണ്ട് കിട്ടണം എന്നില്ല. കുറച്ചധികം പേഷ്യൻസിന് നമുക്ക് പുറമേ നിന്ന് പാരൻസ് തന്നെ ആ ഒരു ചികിത്സ ഏറ്റെടുക്കേണ്ടതായും വരാറുണ്ട്. ഏകദേശം എന്ത് ചെലവ് വരും മാഡം? ഒരു ഇഞ്ചക്ഷൻ എത്രയാണ്? അതിന് ഒരു ഉദ്ദേശം നമ്മൾ പറയുക, ഒരു 20 കിലോ ഉള്ള കുട്ടിയാണെങ്കിൽ ഒരു ഏകദേശം 20,000 രൂപയാണ് ഒരു മാസം ചിലവാകുക. അപ്പോൾ അത് നല്ല ചികിത്സാ ചെലവ് വരുന്ന ഒരു ചികിത്സയാണ്. നമുക്കിപ്പോൾ ഒരു മാസം 2 മാസം എടുത്തു കഴിഞ്ഞാൽ അതിന് ഒരു വലിയൊരു ബെനിഫിറ്റ് ഉണ്ടാകത്തുമില്ല. നമ്മളൊരു മിനിമം 2-3 വർഷം ആ കുട്ടി നന്നായി പ്രതികരിക്കുന്നുണ്ടെങ്കിൽ ഒരു മിനിമം 3 ഇയേഴ്സ് എടുക്കണം. ഐഡിയലി കുട്ടിയുടെ വളർച്ച കംപ്ലീറ്റ് ആവുന്നവരെ എടുക്കുക എന്നുള്ളതാണ് എൻ്റെ ചികിത്സ. എത്ര നാളാണ് ഇതിന്റെ ചികിത്സയുള്ളത്? അതാണ് കുട്ടിയുടെ വളർച്ച കംപ്ലീറ്റ് ആകുന്നവർ. ഉദാഹരണത്തിന് നമ്മളൊരു 14-15 വയസ്സ് വരെ അവരുടെ എപ്പിഫൈസിസ് നമ്മൾ പറയും, അത് ക്ലോസ്, അതായത് വളർച്ചയ്ക്ക് സാധ്യത നിൽക്കുന്നവരെ നമ്മൾ അത് എടുക്കേണ്ടി വരും. കുട്ടി നന്നായി പ്രതികരിക്കുകയാണ്. ഈ പെൺകുട്ടികൾക്ക് ആർത്തവം നേരത്തെ വന്നു എന്നുള്ളത് കൊണ്ട് ഹൈറ്റ് കുറഞ്ഞു പോകാം എന്നുള്ള രീതിയിലൊരു പ്രചാരം നാടുകളിലൊക്കെ ഉണ്ട്, അത് സത്യമാണ്? വളരെ ശരിയാണ്. പെൺകുട്ടികൾ പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജനിക്കുമ്പോൾ തൂക്കം കുറവുള്ള കുട്ടികളുണ്ട്. അപ്പൊ അതിപ്പോ പ്രത്യേകിച്ച് പെൺകുട്ടികൾ, അങ്ങനെയുള്ള കുട്ടികൾക്ക് അവർക്ക് നേരത്തെ പ്രായപൂർത്തി, പ്രിക്കോഷ്യസ് പ്യൂബർട്ടി എന്ന് നമ്മൾ പറയും, ഒരു 6-7 വയസ്സിൽ തന്നെ അവർക്ക് പ്രായപൂർത്തിയാവുന്ന ലക്ഷണങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ജനന തൂക്കം വളരെ കുറവുള്ള കുട്ടികൾക്ക് എപ്പോഴും നമ്മൾ പ്യൂബർട്ടി നേരത്തെ വരുന്നുണ്ടോ എന്ന് കൃത്യമായി കണ്ടെത്തണം. കാരണം എന്തെന്ന് വെച്ചാൽ അവർ പ്രായപൂർത്തിയാവുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞു, അവർക്ക് നല്ല രീതിയിൽ പൊക്കം ആദ്യം വെക്കുകയും പിന്നീട് അവർക്ക് പൊക്കം വെക്കാനുള്ള സാധ്യത കുറഞ്ഞു പോവുകയും ചെയ്യും. കാരണം ഈ എപ്പിഫൈസിസ് ക്ലോസ് ആയി പോകുന്നത്. അതുകൊണ്ട് തന്നെ പ്രിക്കോഷ്യസ് പ്യൂബർട്ടി നമ്മൾ നേരത്തെ കണ്ടെത്തി അതിൻ്റെതായ ചികിത്സാ മാർഗങ്ങളിലൂടെ കുട്ടിക്കൊരു നല്ല രീതിയിലൊരു പൊക്കം ഉണ്ടാകാനും നമുക്കതിന് ചികിത്സകൾ ഇന്ന് അവൈലബിൾ ആണ്. ഇപ്പോഴത്തെ ഈ ജീവിതശൈലി മൂലം ഇതുപോലെയുള്ള ഈ കൗമാരക്കാരിലെ ഇതുപോലുള്ള ലക്ഷണങ്ങൾ നേരത്തെ പ്രകടമാകുന്ന ഈ പ്രിക്കോഷ്യസ് പ്യൂബർട്ടി എന്ന് പറയുന്ന അവസ്ഥ തീർച്ചയായും അത് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് തൂക്കം കൂടുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ IUGR ബേബീസ്, അതായത് ബർത്ത് വെയിറ്റ് കുറവുള്ള കുട്ടികൾ പെട്ടെന്ന് മിക്കവരും അവര് ഓവർ ഫീഡിങ് കാരണമൊക്കെ അവർ ഇച്ചിരി ഒരു ഓവർ വെയിറ്റ് ആവും. ആ സമയത്ത് ഇവർക്ക് ഡെഫിനറ്റ്ലി വെയിറ്റ് കൂടുന്നത് പ്യൂബർട്ടിക്ക് നല്ലൊരു ട്രിഗറാണ്. അതായത് നേരത്തെ പ്രായപൂർത്തിയാവാൻ നല്ല സാധ്യതയുണ്ട്. അങ്ങനെയുള്ള കുട്ടികളിലും പൊക്കക്കുറവ് കാണാറുണ്ട്. അപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ ജനനം മുതൽ കുഞ്ഞൊരു കൗമാരക്കാലം ആകുന്നത് വരെയുള്ള സമയങ്ങളിൽ ഇടവിട്ട് കുഞ്ഞിന്റെ നീളം നോക്കണം എന്നുള്ളത് നിർബന്ധമായിട്ടും രക്ഷിതാക്കൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, അല്ലേ? ഡെഫിനറ്റ്ലി. നമ്മൾ പറയുന്നത് ഇപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായ കാലയളവിൽ പീഡിയാട്രീഷ്യന്റെ അടുത്ത് കുത്തിവെപ്പിന് ഇമ്മ്യൂണൈസേഷൻ വിസിറ്റ് പോകും. അപ്പോഴെല്ലാം നിങ്ങൾ ഗ്രോത്ത് ചാർട്ടിൽ കുഞ്ഞിന്റെ തൂക്കം, പൊക്കം, തലയുടെ ചുറ്റളവ് 3 വയസ്സ് വരെ, അതിനുശേഷം നമ്മൾ ഒരു 5-6 വയസ്സ് മുതൽ കൃത്യമായി കുട്ടിയുടെ SMR എന്ന് നമ്മൾ പറയും, സെക്ഷൽ മെച്യൂരിറ്റി റേറ്റിംഗ്, അതായത് പ്രായപൂർത്തിയാവുന്ന ലക്ഷണങ്ങൾ. ഇപ്പോൾ നമ്മൾ ഒരുപാട് ഏർലി പ്യൂബർട്ടി കാണുന്നുണ്ട്. പ്യൂബർട്ടിയും കൃത്യമായി എക്സാമിൻ ചെയ്തു കഴിഞ്ഞാൽ കുട്ടികളിലെ വളർച്ചാ പ്രശ്നങ്ങൾ നമുക്ക് നേരത്തെ ഐഡന്റിഫൈ ചെയ്ത് അതിന് വേണ്ട ചികിത്സ നൽകാവുന്നതാണ്. ഒരുപാട് സന്തോഷം മാഡം, ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നതിന്. താങ്ക് യു.